നമസ്കാരം. ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്തകളിലൂടെ കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ട് കടത്തിൽ വീണവരുടെ പ്രതിഷേധ റാലി നടന്നു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന റാലി റിസർവ് ബാങ്കിൽ നിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ കർഷക സമര നേതാവ് അയ്യാക്കണ്ണ് ഉദ്ഘാടനം ചെയ്തു. കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യരുത്, ജപ്തി ചെയ്ത കിടപ്പാടങ്ങൾ തിരികെ പിടിച്ചെടുക്കുക, കിടപ്പാടം ജപ്തി ചെയ്യില്ലെന്ന നിയമം കൊണ്ടുവരിക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് PA പൗരൻ, ജനറൽ കൺവീനർ VC ജെന്നി എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് മുൻപിൽ ഐതിഹാസികമായ സമരം രചിച്ച അയ്യാക്കണ്ണാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും ചരിത്രത്തില് ഇതൊരു കാൽവെപ്പായി മാറും. നമ്മളുടെ കോട്ടിയാട്ടത്തിൽ പറയുന്നത് പോലെ നമ്മൾക്ക് ആകാശത്തോളം സ്വപ്നങ്ങളുണ്ട്. എന്താ നമുക്ക് സ്വപ്നം കാണാൻ വയ്യ? നമുക്ക് അധ്വാനിക്കുന്ന ജനങ്ങളുടെ കരുത്തുള്ള ചോരയുടെ സ്പിരിറ്റുണ്ട്. എന്താ നമ്മളുടെ സമരം ഈ ഭരണകൂടത്തെ കുലുക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഈ നിയമച്ചങ്ങല നമ്മൾ പൊട്ടിച്ചെറിയുക തന്നെ ചെയ്യുമെന്ന്. പന്നിയൻ രവീന്ദ്രനോട് നമ്മൾ ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവർക്ക് പോലും, അല്ലെങ്കിൽ പിണറായി വിജയൻ MA ഗവൺമെന്റിന് പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം അവർക്കെല്ലാം ഇപ്പോൾ താല്പര്യങ്ങൾ വേറെയാണ്. ഭാരതമാണ് ഈ 67 വർഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ഈ രൂപത്തിലുള്ള ദുരവസ്ഥ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, எக்ஸிக்யூட்டிவ்களுக்கு உங்களுக்கு தமிழ் கொஞ்சம் கொஞ்சம் புரியுனா தமிழ்ல பேசுறேன், இல்ல இங்கிலீஷ்ல பேசணும்னா இங்கிலீஷ்ல பேசுறேன். தமிழ் போதும் சார், தமிழ் தெரியும் சார். இந்திய அரசியலமைப்பு சட்டம் என்ன சொல்றதுன்னா, கொலை பண்ணா கூட இந்த கொலைகாரனை விசாரிச்சுதான் தண்டனை கொடுக்கணும். காத்திருப்பு போராட்டம் நடத்தலாம் என்று ஒரு புதிய உரை இருக்கின்றது. ஐயா அட்வொகேட் ஐயா, நம்ம இருக்காரு விவசாய മുട്ടത്തറ ശ്രീവരാഹം വലിയ വിളാകത്തുകാവ് നാഗരാജ നീലകേശി ക്ഷേത്ര ഉത്സവത്തിന് തുടക്കമായി. രണ്ടാം ഉത്സവ ദിനമായ ബുധനാഴ്ച രാവിലെ 11:15 നാഗരൂട്ടും രാത്രി 7:30 സർപ്പബലിയും നടക്കും. മൂന്നാം ഉത്സവ ദിനമായ വ്യാഴാഴ്ച രാവിലെ 10:30 പൊങ്കാല, രാത്രി നടക്കുന്ന ചണ്ഡികാഹോമം, വലിയ പടുക്ക പൂജ, ഗുരുസി എന്നിവയോടെ ഉത്സവത്തിന് സമാപനമാകും.